രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കുടുംബ കേന്ദ്രീകൃത അഴിമതി കഥയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വൻ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. ഇല്ലാത്ത IT സേവനത്തിന്റെ പേരിൽ കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെ അതിശക്തമായ ശൃംഖലയാണ് ED ഇപ്പോൾ പുറത്തുവിട്ടത്. സേവനം നൽകിയതിനാണ് CMRLൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന വീണയുടെയും മുൻ ഭരണകൂടത്തിന്റെയും വാദങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞു വീണു കഴിഞ്ഞു. യാതൊരുവിധ IT സേവനവും CMRLന് എക്സാലോജിക് നൽകിയിട്ടില്ലെന്നും പണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള വ്യാജ ഇൻവോയ്സുകൾ നിർമ്മിച്ചത് വീണയുടെ ഐഫോണിൽ നിന്നാണെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. IT സേവന കരാറിന്റെ രേഖകളും ഈ ഐഫോണിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തിയുമായി നടത്തിയ ഇമെയിൽ ഇടപാടുകളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റുകളും ED പിടിച്ചെടുത്തു. ഈ സംഭാഷണങ്ങളിൽ എവിടെയും IT സേവനങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലുമില്ല. ചർച്ചകൾ മുഴുവൻ പണം എപ്പോൾ എങ്ങനെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു. എക്സാലോജിക് എന്ന വ്യാജ കമ്പനിയെ ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയപ്പോൾ CMRLന് സാമ്പത്തികമായി വൻ നേട്ടമുണ്ടായെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും ബന്ധങ്ങൾ ഉപയോഗിച്ചുമാണ് കർത്തയിൽ നിന്ന് ഈ തുക കൈപ്പറ്റിയത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. ഇതുകൂടാതെ പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരത്തിന്റെ രേഖകൾ EDക്ക് ലഭിക്കുന്നത്. വീണ വിജയന്റെ പേരിൽ എക്സാലോജിക് സൊല്യൂഷൻസ് മാത്രമാണ് ഉള്ളതെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. എന്നാൽ ED നടത്തിയ റെയ്ഡിൽ വീണ പങ്കാളിയായ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന മറ്റൊരു കമ്പനിയുടെ വിവരങ്ങളും പുറത്തുവന്നു. കോഴിക്കോട് വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനി വഴിയും വലിയ തോതിലുള്ള അവിഹിത സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയിൽ ഈ കമ്പനിയുടെ ഔദ്യോഗിക രേഖകൾ കണ്ടെടുത്തതോടെ അഴിമതിയുടെ വ്യാപ്തി കേവലം എക്സാലോജിക് എന്ന ഒരൊറ്റ സ്ഥാപനത്തിൽ ഒതുങ്ങുന്നതല്ലെന്ന് വ്യക്തമായി. അന്വേഷണം തൊട്ടു മുന്നിലെത്തി നിൽക്കുമ്പോൾ പതിവ് പോലെ പ്രതിരോധത്തിലായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശശിധരൻ കർത്തിയുടെ ED മൊഴികൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ED മനഃപൂർവ്വം നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നാണ് പിണറായിയുടെ വാദം. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാധ്യമങ്ങളല്ല. ശാസ്ത്രീയമായി പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും കോടതിയിൽ സമർപ്പിച്ച കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകളുമാണ്. ഐഫോൺ സൃഷ്ടിച്ച വ്യാജ ഇൻവോയ്സുകൾക്കും ഇല്ലാത്ത സേവനത്തിന് അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ കോടികൾക്കും അക്കമിട്ട് മറുപടി പറയാൻ കഴിയാതെ രാഷ്ട്രീയ വൈരാഗ്യമെന്ന പഴകിയ ന്യായീകരണത്തിന് പിന്നിൽ ഒളിക്കുകയാണ് പിണറായിയും കുടുംബവും. നിയമത്തിന്റെ വലക്കണ്ണികൾ മുറുകുമ്പോൾ ഇനി ആർക്കും ഒളിച്ചു കളിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് EDയുടെ ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. ബാക്കി കണ്ടറിയാം.